ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പോലീസുകാർ തെറ്റു ചെയ്താൽ സർക്കാർ അവരെ സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. സംസ്ഥാനത്ത് നടക്കുന്ന പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് അറിയിക്കുന്നില്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ്. വെളിച്ചെണ്ണ ഉൾപ്പെടെ സപ്ലൈകോ വഴി നൽകുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്ന് മന്ത്രി GR അനിൽ നിയമസഭയിൽ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വര രോഗലക്ഷണങ്ങളോടെ ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള പുരസ്കാര വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും പ്രത്യേക വനിതാ ക്ലിനിക്കുകളുടെ സേവനം ഇന്നു മുതൽ ലഭ്യമാകും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മധ്യപ്രദേശ് സന്ദർശിക്കും. സ്വസ്ഥ് നാരി സശക്ത് പരിവാർ പദ്ധതിക്കും 8ാമത് രാഷ്ട്രീയ പോഷൺ മാഹ് പരിപാടിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. രാജ്യത്തെ ലഹരിമുക്തമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ടാസ്ക് ഫോഴ്സ് മേധാവിമാരുടെ 2ാം ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് മുക്ത ഇന്ത്യ സാധ്യമാക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളും കസ്റ്റഡി മർദ്ദനവും സംബന്ധിച്ച വിഷയം ഇന്ന് നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്തു. കോൺഗ്രസിലെ റോജി M. ജോണാണ് വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യാനുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് അറിയിക്കുന്നില്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുന്നതുവരെ MLA-മാരായ സനീഷ് കുമാറും അഷറഫും നിയമസഭാ കവാടത്തിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു. തെറ്റു ചെയ്ത പോലീസുകാരെ സംരക്ഷിക്കുന്നത് തങ്ങളുടെ നയമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയായി അറിയിച്ചു. 9 വർഷങ്ങളിൽ 104 പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി എന്നത് തന്നെയാണ്. ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയുമോ? സർ, 2016 മുതൽ സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്താ? ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സംവിധാനമായി കേരള പോലീസ് മാറിയിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനുള്ള ടൌൺഷിപ്പ് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു. ടൌൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വയനാട് ജില്ലാ കളക്ടർ ചെയർപേഴ്സണായ കോഓർഡിനേഷൻ കമ്മിറ്റിയാണ് ഏകോപിപ്പിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. വെളിച്ചെണ്ണ ഉൾപ്പെടെ സപ്ലൈകോ വഴി നൽകുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ നിയമസഭയെ അറിയിച്ചു. പുതുക്കിയ നിരക്കുകൾ ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരും. ഓണക്കാലത്ത് അരിയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഓരോ റേഷൻ കാർഡിനും 20 കിലോഗ്രാം അരി 25 രൂപ വിലയ്ക്ക് നൽകിയിരുന്നു. ഇത് തുടർന്നും സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി നൽകുന്നതാണെന്നും മന്ത്രി ഉറപ്പ് നൽകി. അമീബിക് മസ്തിഷ്ക ജ്വര രോഗലക്ഷണങ്ങളോടെ സംസ്ഥാനത്ത് ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് സ്വദേശിയായ യുവാവിനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ പറഞ്ഞു. ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U. ഖേൽക്കറിന്റെ നേതൃത്വത്തിൽ പാലക്കാട് അട്ടപ്പാടിയിൽ CEO at ഉന്നതി പരിപാടി സംഘടിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. രാവിലെ അട്ടപ്പാടിയിലെ വിദൂര പോളിംഗ് സ്റ്റേഷനായ ആനവായ് ഉന്നതിയിലാണ് പദ്ധതിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തുടക്കം കുറിച്ചത്. കേരളത്തിൽ SIR ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഉന്നതികളിലെ സന്ദർശനമെന്ന് ഡോക്ടർ രത്തൻ U. ഖേൽക്കർ പറഞ്ഞു. എല്ലാ ജില്ലയിലും ഇത്തരത്തിലുള്ള ഉൾപ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ ഉന്നതികൾ സന്ദർശിച്ച അദ്ദേഹം വോട്ടർമാരുടെ രേഖകൾ പരിശോധിച്ചു. അട്ടപ്പാടിയിലെ IHRD കോളേജിലെയും രാജീവ് ഗാന്ധി സ്മാരക ഗവൺമെന്റ് കോളേജിലെയും ഇലക്ട്രൽ ലിറ്ററസി ക്ലബിലെ വിദ്യാർത്ഥികളുമായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സംവദിച്ചു. മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാര വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കുന്നു. വിവിധ വിഭാഗങ്ങളിലായി 145 പച്ചത്തുരുത്തുകളാണ് സ്ക്രീനിംഗിൽ പങ്കെടുത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും പ്രത്യേക വനിതാ ക്ലിനിക്കുകളുടെ സേവനം ഇന്ന് മുതൽ ലഭ്യമാകും. എല്ലാ ചൊവ്വാഴ്ചയും പ്രവർത്തിക്കുന്ന ക്ലിനിക്കിലൂടെ വിളർച്ച, രക്താതിമർദ്ദം, പ്രമേഹം, ക്യാൻസർ സ്ക്രീനിംഗ്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനകൾ എന്നിവ നടക്കും. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയാണ് കഴിഞ്ഞ 11 വർഷമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ആഗോളതലത്തിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന കാലത്ത് ഇന്ത്യ ആഗോള കാലാവസ്ഥാ ചാമ്പ്യനായതെങ്ങനെ എന്നാണ് ഇന്നത്തെ സേവാ പർവിലൂടെ വിശദമാക്കുന്നത്. വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ള ഒരു വികസ്വര രാഷ്ട്രം എന്നതിൽ നിന്ന് ഇന്ത്യ ഒരു ആഗോള കാലാവസ്ഥാ ചാമ്പ്യനായി അതിവേഗം ഉയർന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ 11 വർഷമായി വനസംരക്ഷണം മുതൽ സൌരോർജ്ജ മേൽക്കൂരകൾ വരെ വളർച്ചയും സുസ്ഥിരതയും പരസ്പരം കൈകോർത്തുള്ള വികസനമാണ് രാജ്യത്ത് നടക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ അമേരിക്കൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക ജനസംഖ്യയുടെ 17% ഇന്ത്യയിലാണെന്നും എന്നാൽ നമ്മുടെ കാർബൺ ബഹിർഗമനം 4% താഴെയാണെന്നും പറഞ്ഞു. दुनिया की 17% पॉपुलेशन होने के बावजूद ग्लोबल कार्बन एमिशन में भारत की हिस्सेदारी सिर्फ 4% है. दुनिया को बर्बाद करने में हमारा कोई रोल नहीं है. ദൈനംദിന ജീവിതത്തിൽ ലളിതവും സുസ്ഥിരവുമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ് എന്ന ആഗോള പ്രസ്ഥാനത്തിനും രാജ്യം തുടക്കമിട്ടു. ബാക്കുവിൽ നടന്ന COP29 ഗ്രീൻ ഹൈഡ്രജൻ, വ്യാവസായിക ഡീകാർബണൈസേഷൻ, സ്ത്രീകൾ നയിക്കുന്ന കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിലെ മുന്നേറ്റങ്ങളും ഇന്ത്യ ഉയർത്തിക്കാട്ടി. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. കന്നിമാസം 1 നാളെ രാവിലെ 5 മണി മുതൽ പൂജകൾ നടക്കും. കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഈ മാസം 20 പമ്പയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചരക്കുസേവന നികുതിയിൽ കൊണ്ടുവന്ന പുത്തൻ തലമുറ പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ കാലാവസ്ഥാ സംരക്ഷണത്തിനും സുസ്ഥിരതയ്ക്കുമുള്ള പ്രതിബദ്ധതയെ കാണിക്കുന്നതായി കേന്ദ്ര സർക്കാർ. പുനരുപയോഗ ഊർജ്ജ സാങ്കേതിക വിദ്യകൾ, മാലിന്യ സംസ്കരണ സേവനങ്ങൾ, ഹരിത ഗതാഗതം തുടങ്ങിയവയിൽ ഏർപ്പെടുത്തിയ നികുതി ഇളവ് ഇതിനുദാഹരണമാണ്. പരിസ്ഥിതി സൌഹൃദ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും മാലിന്യ സംസ്കരണ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഉൾപ്പെടെ ഇത് സഹായകമാകും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്നും നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് അബുദാബി ഷെയ്ഖ് സായിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസുകാർ തെറ്റ് ചെയ്താൽ സർക്കാർ അവരെ സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. സംസ്ഥാനത്ത് നടക്കുന്ന പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് അറിയിക്കുന്നില്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ്. വെളിച്ചെണ്ണ ഉൾപ്പെടെ സപ്ലൈകോ വഴി നൽകുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്ന് മന്ത്രി GR അനിൽ നിയമസഭയിൽ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വര രോഗലക്ഷണങ്ങളോടെ ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള പുരസ്കാര വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും പ്രത്യേക വനിതാ ക്ലിനിക്കുകളുടെ സേവനം ഇന്ന് മുതൽ ലഭ്യമാകും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.